മിശിഹായിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കൈത്തകാലം 6-ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ഒരാഴ്ചക്കാലം വചനവിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായി തിരുസഭ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഈ ഒരു വചനഭാഗത്തെ ധ്യാനിക്കുമ്പോൾ ദൈവാശ്രയ ബോധത്തിലേക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം ദൈവാനുഗ്രഹങ്ങളിലേക്കും കൃപകളിലേക്കും വളരുന്നതിൻ്റെ വലിയ അടയാളങ്ങളാണ് തിരുസഭാ മാതാവ് നമുക്ക് പറഞ്ഞു തരുന്നത്. 2000 ആണ്ട് ജൂബിലി വർഷത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നേതൃത്വത്തിലുള്ള റോമൻ കൂരിയായെ വാർഷിക ധ്യാനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടത് കാർഡിനൽ ഫ്രാൻസിസ് വാൻദ്വാൻ ആയിരുന്നു. അദ്ദേഹം ഈ ജൂബിലി വർഷത്തിൽ വാർഷിക ധ്യാനത്തിന് വേണ്ടി കടന്നു വന്നപ്പോൾ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, എന്തിനെക്കുറിച്ചുള്ള ചിന്തകളാണ് താങ്കൾ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത്? അദ്ദേഹം അപ്പോൾ ഒരു സംശയം കൂടാതെ തൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു വെച്ചത്. വിയറ്റ്നാമിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കീഴിൽ 13 വർഷക്കാലം തടവറയിൽ കഴിഞ്ഞിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളെ പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ളതായിരുന്നു ആ വാർഷിക ധ്യാനം. ഇരുട്ട് നിറഞ്ഞ മുറിയിൽ നിശബ്ദതയുടെ കൂരിരുട്ടിൽ അദ്ദേഹം തണുത്തിറഞ്ഞ തടവറയിൽ കഴിയുമ്പോൾ എങ്ങനെ ബലിയർപ്പിക്കണമെന്നുള്ള ചിന്തകളായിരുന്നു അദ്ദേഹത്തെ എപ്പോഴും അലട്ടിയിരുന്നത്. അതിനൊരു ഉപാധി എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ വിശ്വാസികളോട് അറിയിപ്പ് നൽകുകയുണ്ടായി. തനിക്ക് വയറുവേദനയ്ക്ക് ഒരു മരുന്ന് ലഭിക്കുന്ന രീതിയിൽ അല്പം വീഞ്ഞു കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുകയുണ്ടായി. ഈ സാഹചര്യം മനസ്സിലാക്കി വിശ്വാസികൾ ആ വീഞ്ഞിനോടൊപ്പം ഓസ്തിയിൽ അവർക്ക് നൽകുകയുണ്ടായി. അദ്ദേഹം ഈ വാർഷിക ധ്യാന അവസരത്തിൽ തൻ്റെ ധ്യാന ചിന്തകളോടൊപ്പം പറഞ്ഞു വെക്കുകയാണ്, ഇടത് കൈയിൽ 3 തുള്ളി വീഞ്ഞും വലത് കൈയിൽ ഏതാനും അപ്പക്കഷ്ണങ്ങളുമായിട്ട് ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പിച്ചതിൻ്റെ ഓർമ്മയെപ്പറ്റി. ഈ ഒരു ഓർമ്മയാചരണമാണ് ഭയം കൂടാതെ തൻ്റെ ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി തനിക്ക് സാധിച്ചതെന്ന് വലിയൊരു സന്ദേശം കാർഡിനൽ ഫ്രാൻസിസ് വാൻദ്വാൻ പറഞ്ഞു വെക്കുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ, സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ദൈവം മാത്രമായിരുന്നു തനിക്ക് ആശ്രയമുണ്ടായിരുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം തനിക്ക് എത്രത്തോളം കരുതലും താങ്ങും തണലുമായി തൻ്റെ ജീവിതാവസ്ഥയിൽ, തൻ്റെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളെയും, തടവറയിൽ ഉണ്ടായിരുന്ന ആ ഒരു ജീവിതത്തിൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങളെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടി തനിക്ക് ഒത്തിരിയേറെ സാധിച്ചുവെന്ന് തൻ്റെ വിശ്വാസ അനുഭവം അദ്ദേഹം സാക്ഷ്യത്തിലൂടെ പറഞ്ഞു വെക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം ധ്യാനിക്കുമ്പോഴും ഈശോയുടെ സാന്നിധ്യം ഇല്ലാതിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് അനുഭവിച്ച പ്രതിസന്ധികളെയും ഈശോയുടെ സാന്നിധ്യം അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച സന്തോഷത്തെക്കുറിച്ചും സുവിശേഷകൻ രേഖപ്പെടുത്തി വെക്കുകയാണ്. സമാന്തര സുവിശേഷമായ മത്തായിയുടെയും മർക്കോസിൻ്റെയും സുവിശേഷ ഭാഗങ്ങളിലെ ഈ ഒരു ഭാഗത്തെ തികച്ചും ഒരു പ്രകൃതി ശക്തികൾക്ക് മേതിലുള്ള അധികാരത്തെ, ഈശോയുടെ അധികാരത്തെ സൂചിപ്പിക്കുമ്പോൾ, വിസ്മയങ്ങളുടെ സുവിശേഷമായ യോഹന്നാൻ്റെ സുവിശേഷ ഭാഗത്തിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന അടയാളങ്ങളുടെ ഒരു പ്രതിഫലനമായിട്ടാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്നത്. ഈ 6-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം മുതൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, അപ്പം വർദ്ധിപ്പിച്ച് 5000 പേരെ ഭക്ഷിച്ച് തൃപ്തരായി ബാക്കി വന്ന കഷ്ണങ്ങൾ ശേഖരിക്കുന്ന ഈശോയുടെ വചനഭാഗത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, അപ്പത്തിന് മേൽ മാറ്റം വരുത്തി തനിക്കവിടെ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഈശോ തെളിയിക്കുകയാണ്. ഇതിനെ തുടർന്ന് വരുന്ന വചനഭാഗമാണ് 16 മുതൽ 24 വരെയുള്ള വചനഭാഗങ്ങളിൽ ഈശോ വെള്ളത്തിന് മേൽ നടക്കുന്ന വചനഭാഗത്തെ ഈ ഒരു ആഴ്ചയിലെ വചനവിചിന്തനത്തിന് വേണ്ടി നമുക്ക് നൽകിയിരിക്കുന്നത്. 16 മുതലുള്ള വചനഭാഗങ്ങളിൽ തൻ്റെ ശരീരത്തിന് മേൽ മാറ്റം വരുത്താൻ കഴിയുന്ന ക്രിസ്തുവിനെയാണ് നമുക്ക് ദർശിക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, ഒരു വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണമെങ്കിൽ അതിൻ്റെ ഘടനയിലും രൂപത്തിലുമൊക്കെ മാറ്റം വരുത്തിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു ഇരുമ്പ് കമ്പി വെള്ളത്തിലിട്ടാൽ അത് വെള്ളത്തിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങിപ്പോകും. എന്നാൽ ഒരു ഇരുമ്പ് കപ്പൽ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം നമുക്കറിയാം, അതിൻ്റെ ഘടനയിലും രൂപത്തിലും പ്രകടമായ മാറ്റങ്ങൾ വരുത്തിയതുകൊണ്ട് മാത്രമാണ്. എന്നാൽ ഈ വെള്ളത്തിന് മീതെ നടക്കുന്ന ക്രിസ്തു അപ്പത്തിനും ശരീരത്തിനും ഒരുപോലെ മാറ്റം വരുത്താൻ കഴിയുമെന്ന് ഈ വചനഭാഗങ്ങളുടെ ക്രിസ്തു അവിടെ അടയാളങ്ങൾ വഴി സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ വചനഭാഗങ്ങൾ ധ്യാനിച്ചതിന് ശേഷമാണ് ഇതിനെ തുടർന്ന് വരുന്ന 25 മുതലുള്ള വചനഭാഗങ്ങളിൽ യേശു അപ്പത്തിൻ്റെ പ്രബോധനത്തെപ്പറ്റി പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഒരു പ്രബോധനങ്ങളെയും
പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ പഴയ നിയമ ഭാഗങ്ങളിലേക്ക് കടന്നുപോയി ഇതിൻ്റെ വിശകലനം, അതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഒരു ഭാഗത്തിൻ്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ വചനഭാഗത്തിൽ അപ്പത്തെക്കുറിച്ച് പറഞ്ഞു വെച്ച് അവിടെ എന്തിനാണ് ഈശോ വെള്ളത്തിന് മുകളിൽ നടക്കുന്ന ഒരു വചനഭാഗം ക്രമീകരിച്ചതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ച് നോക്കിയേക്കാം. ഈ ഒരു ഭാഗത്തെ മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം പഴയ നിയമത്തിൽ നിന്ന് കടന്നു വന്ന പശ്ചാത്തലത്തെ പറ്റി നമ്മൾ ചിന്തിക്കണം. ഈ ഒരു 6-ാമത്തെ അധ്യായത്തെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 5 അപ്പം 5000 പേർക്ക് വിഭജിച്ച് നൽകുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് പഴയ നിയമത്തിൽ മരുഭൂമിയിലെ ഒത്തിരിയേറെ ക്ലേശങ്ങളിലൂടെ കടന്നുപോയി വിശന്ന് വലഞ്ഞ് ദാഹിച്ച് കടന്നു വന്ന ഇസ്രായേൽ ജനത്തിന് മന്ന നൽകുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തെപ്പറ്റിയാണ് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത്. ജീവൻ്റെ അപ്പത്തെപ്പറ്റിയുള്ള പ്രബോധനത്തിന് ഒരുക്കമായിട്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 14 മുതൽ 25 വരെയുള്ള വചനഭാഗത്തിൽ ഈശോ വെള്ളത്തിന് മീതെ നടക്കുന്ന വചനഭാഗത്തെ യോഹന്നാൻ ശ്ലീഹ ഇവിടെ അവതരിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ നിന്ന് ഒത്തിരിയേറെ സാമ്യങ്ങൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. 18-ാം വാക്യത്തിൽ പറഞ്ഞു വെക്കുകയാണ്, ശക്തിയേറിയ കാറ്റ് ആഞ്ഞടിച്ചിരുന്നതിനാൽ കടൽ ക്ഷോഭിച്ചുവെന്ന്. പുറപ്പാടിൻ്റെ പുസ്തകത്തിലും ചെങ്കടൽ കടക്കാൻ പോകുന്നതിന് മുമ്പ് ഇസ്രായേൽ ജനം എപ്രകാരമാണ് ഈ ഒരു കടമ്പ കടക്കാൻ വേണ്ടി അവർ വളരെ കാതോർത്ത് ആശ്രയബോധത്തോടു കൂടി ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ഒരു കിഴക്കൻ കാറ്റ് അടിച്ചു രാത്രി മുഴുവൻ. ആ കിഴക്കൻ കാറ്റ് ചെങ്കടലിനെ ഇരുഭാഗങ്ങളിലേക്കും വിഭജിച്ചു. അതിന് ഉള്ളിലൂടെ അവർ നടന്നുപോയെന്ന് വിശുദ്ധ ഗ്രന്ഥം രേഖപ്പെടുത്തി വെക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെയും ദൈവാശ്രയ ബോധത്തെക്കുറിച്ചും വളരെ കൃതജ്ഞത നിറഞ്ഞ മനോഭാവത്തോടു കൂടി, കരുണയും നിറഞ്ഞ മനോഭാവത്തോടു കൂടി നാം ഓരോരുത്തരും മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. ഈ ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ എത്തുമ്പോഴാണ് ഇസ്രായേൽ ജനത്തിന് മന്ന ഭക്ഷണമായി ലഭിക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്തിൽ വെള്ളത്തിന് മീതെ നടക്കുന്ന ഈശോയും വലിയ കാറ്റിലും തിരയിലും പെട്ട് എന്നാൽ സുരക്ഷിതരായി കരയിലേക്ക് കടന്നെടുക്കുന്ന ശിഷ്യന്മാരുടെയും വചനഭാഗങ്ങൾ പഴയ നിയമവുമായിട്ട് ഒത്തിരിയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് ഈ ഗ്രന്ഥഭാഗം നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പ്രഭാഷണത്തിന് മുന്നൊരുക്കമായിട്ടാണ് ഗലീലി കടലിൽ നടക്കുന്ന ഈ ഒരു അത്ഭുതത്തെ സുവിശേഷകൻ വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ എപ്രകാരമാണ് ദൈവാശ്രയ ബോധവും ദൈവഭയവും ദൈവത്തിൻ്റെ സാന്നിധ്യവും മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം പ്രകടമാകേണ്ട ആവശ്യകതയെപ്പറ്റി സുവിശേഷകൻ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷ ഭാഗത്തിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ വചനഭാഗത്ത് ധ്യാനിക്കുമ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട വസ്തുത, ഭയം കൂടാതെ ജീവിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സാന്നിധ്യം എത്രത്തോളം നമുക്ക് നൽകുന്നു എന്നുള്ള ചിന്തയാണ്. ദൈവാശ്രയ ബോധത്തിൽ ആയിരുന്നു ജീവിക്കാൻ വേണ്ടി നമ്മൾ എത്രത്തോളം പരിശ്രമിക്കാറുണ്ട്. പലപ്പോഴും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് അതിൻ്റെ പുറകെ മാത്രം വിശ്വസിക്കുന്ന ഒരു പതിവ് ജീവിത ശൈലിയിൽ നിന്ന് മാറി ചിന്തിക്കുകയും എന്നാൽ ഈ അത്ഭുതങ്ങളുടെ പുറകിൽ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളെയും ദൈവിക ശക്തിയെയും തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ അത്ഭുതങ്ങളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വളരാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പരിശീലനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുന്നതിന് യേശു പരിശീലിപ്പിക്കുന്നതിനായിട്ടാണ് തോണിയിൽ സഞ്ചരിച്ചതെന്നും അവർക്ക് ലഭിക്കുന്ന ദൈവിക സംരക്ഷണത്തിൻ്റെയും ദൈവിക മഹത്വവും ദർശിക്കുന്നതിനായിട്ടാണ് കൊടുങ്കാറ്റ് വീശാൻ ദൈവപുത്രൻ അനുവദിക്കപ്പെട്ടതെന്നും സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ ദൈവിക മഹത്വത്തെ ഭയപ്പാടില്ലാതെ സ്വീകരിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരുവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രകടമായ മാറ്റങ്ങളും കാഴ്ചപ്പാടുകളിലേക്കും വളരാൻ വേണ്ടി നാം എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ടെന്ന് യോഹന്നാൻ സുവിശേഷകൻ നമ്മളോട് ചോദിക്കുകയാണ്. ഭയമില്ലാതെ ജീവിക്കാൻ വേണ്ടി നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ഈ ഭയപ്പാടുകളെ അതിജീവിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് വചന വിചിന്തനം നടത്താൻ വേണ്ടി സഭാമാതാവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ജോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 8-ാം വാക്യം പറഞ്ഞു വയ്ക്കുന്നു, അവിടുന്ന് മാത്രമാണ് ആകാശത്തെ വിരിച്ചത്, അവിടുന്ന് സമുദ്രത്തിലെ തിരമാലകളെ ചവിട്ടി മെതിക്കുന്നു എന്ന് പറഞ്ഞു വയ്ക്കുന്നു. പ്രിയമുള്ളവരെ, ഭയപ്പെടേണ്ട എന്നൊരു വാക്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏകദേശം 365ഓളം പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്ന ഒരു വചനമാണ്. ഈ ഒരു വചനത്തെ ആശ്രയിച്ചുകൊണ്ട് ദൈവിക ബോധ്യത്തിലേക്കും ദൈവാശ്രയ ബോധത്തിലേക്കും വളരാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ശിഷ്യന്മാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം വചനം പറഞ്ഞു വയ്ക്കുകയാണ്, ശിഷ്യന്മാർ തോണിയുമായി കടലിലേക്ക് ഇറങ്ങിയപ്പോൾ ഈശോയുടെ സാന്നിധ്യം അവരുടെ കൂടെ ഇല്ലായിരുന്നു. അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ഈശോ
ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് മലമുകളിലേക്ക് പോയി തന്നെ പിടിച്ചുകൊണ്ടുപോയി അവരുടെ നേതാവാക്കാൻ പരിശ്രമിക്കുന്ന മനസ്സിലാക്കി ഈശോ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള മലമുകളിലേക്ക് കയറി എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുമ്പോൾ പ്രിയമുള്ളവരെ, ശിഷ്യന്മാരുടെ ഒപ്പം ഇല്ലാതിരുന്ന ഈശോയുടെ സാന്നിധ്യത്തെ അവിടെ പറഞ്ഞു വെക്കുകയാണ്. ഈ സാന്നിധ്യം ഇല്ലാതിരുന്ന സന്ദർഭത്തിലാണ് തിരമാലകളിൽപ്പെട്ട് ആടി ഉലഞ്ഞ് ഒത്തിരിയേറെ കഷ്ടതകളിലൂടെ കടന്നുപോയി വള്ളം കരയ്ക്കടുക്കാതെ വരുന്ന സങ്കീർണമായ സാഹചര്യത്തിൽ ശിഷ്യന്മാർ ഭയന്ന് നിലവിളിക്കുന്ന സാഹചര്യത്തിലാണ് ഈശോ അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. വെള്ളത്തിന് മീതെ നടന്നു വരുന്ന ഈശോയെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയും അപ്പോൾ ശിഷ്യന്മാർക്ക് സാധിച്ചില്ലെന്ന് സമാന്തര സുവിശേഷങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആദിമസഭയുടെ കാലം മുതൽ സഭയുടെ പ്രതീകമായി അറിയപ്പെടുന്നതാണ് സഭാ നൗക അല്ലെങ്കിൽ വഞ്ചി എന്നറിയപ്പെടുന്നത്. ഒത്തിരിയേറെ സുവിശേഷ ഭാഗങ്ങളിൽ നമുക്കതിനെ കാണാൻ വേണ്ടി സാധിക്കും. ഈ സഭാ നൗക ഇപ്പോഴും സഞ്ചരിക്കുന്നത് സഭയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി സഭയുടെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം. ഈ സഭയുടെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് വിശ്വാസങ്ങളെ ബോധ്യത്തോടുകൂടി സ്വീകരിക്കാനും ആ വിശ്വാസ സത്യങ്ങളിലേക്ക് വളരാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. ഈശോയാകുന്നു ഈ സഭയുടെ അമരക്കാരൻ. ഈ സഭാ നൗക എപ്പോഴും കാറ്റിലും കോളിലും അതുപോലെ തന്നെ തിരമാലകൾക്കുള്ളിലൊക്കെ പെടാൻ വേണ്ടിയുള്ള ഒത്തിരിയേറെ സാഹചര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. എന്നാൽ അമരത്തിരിക്കുന്നവൻ കർത്താവാണ്. ആ ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് സഭയിൽ പ്രവർത്തിക്കുമ്പോൾ, സഭയുടെ ശുശ്രൂഷയോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ, ദൈവവചനത്തിന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ വചനത്തിന് സാക്ഷി നൽകുമ്പോൾ വിശ്വാസികളിൽ എപ്പോഴും ദൈവാശ്രയ ബോധത്തിലേക്കും അതനുസരിച്ച് സഭയെ പരിപോഷിപ്പിക്കാനും സഭയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഈ വിശ്വാസ സത്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അംഗീകരിക്കേണ്ടത്. ഈ വചനഭാഗത്തിൻ്റെ അവസാനം എന്ന നിലയിലാണ് 25 മുതൽ വചനഭാഗങ്ങളിൽ ഈശോ അപ്പത്തെ പറ്റിയുള്ള പ്രബോധനങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത്. നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ടി ഈശോയുടെ വചനത്തെ സ്വീകരിക്കുക, ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ള വലിയ സന്ദേശം ഈ സുവിശേഷ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.